பூக்கள் பூக்கும் தருணம் மாறுயிரே பார்த்ததாருமில்லை. புலரும் காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே. நேற்று வரை நேரம் போகவில்லையே, உனதருகே நேரம் போகவில்லை. எதுவும் பேசவில்லையே, இன்றேனோ எதுவும் தோன்றவில்லை. இது எதுவோ இரவும் விடியவில்லை, அது விழுந்தால் பகலும் முடியவில்லை. பூந்தளிரே வார்த்தை தேவையில்லை, வாழும் காலம் வரை பார்வை பார்வை மொழி பேசவே. நேற்று தேவையில்லை, நாளை தேவையில்லை, இன்று இந்த நொடி போதுமே. வேறென்று வித என்று வீழ்த்தூவும் மழை என்ற இதயன்ன இவள் தோட்டம் பூ பூக்குதே. வாலின்றி போரின்றி வலிக்கின்ற யுத்தம் என்று இதயன்ன இவனுக்குள் என வெல்லுதே. இதயம் முழுக இருக்கும் இந்த தயக்கம் எங்கு கொண்டு நிறுத்தும்? இதை அறிய எங்கு கிடைக்கும் விளக்கம்? அது கிடைத்தால் சொல்ல வேண்டும் எனக்கும். முதலிரே സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ദൈവമേ, മകന്റെ കർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്രിസ്റ്റിനെയും അനുവിനെയും തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പരം വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ പോകുന്ന ഇവരെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അന്യോന്യം താങ്ങും തണലുമായി വ്യാപരിക്കുവാനും വേണ്ട പ്രസാദവരം ഇവർക്ക് നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും അവസാന ദിവസം അങ്ങേ നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സ്ഥലത്തിന്റെ നാഥ എന്നേക്കും. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. കർത്താവേ, ഞാൻ അങ്ങേ തേടി വരുന്നു, നിയമം ലംഘിക്കുവാൻ എന്നെ അനുവദിക്കരുതേ. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ അങ്ങയുടെ നിയമങ്ങൾ അനുസരിക്കും. പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. കർത്താവെ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയുടെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. നിയമങ്ങൾ ഞാൻ വിധിവിട്ടുകൊണ്ടിരിക്കുന്നു. സർവസമ്പത്തിനുപരിയായി ഞാൻ അവയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ കൽപ്പനകളെ പറ്റി ഞാൻ ധ്യാനിക്കുന്നു. അങ്ങയുടെ മാർഗങ്ങളെ പറ്റി ചിന്തിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ ആനന്ദിക്കും. അങ്ങയുടെ വാക്കുകൾ ഞാൻ വിസ്മരിക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഹോദരനെ, ഉത്തമഗീതത്തിൽ നിന്നുള്ള വായന. ഞാൻ സാരോണിലെ പുഷ്പവും താഴ്വരയിലെ ലില്ലിയുമാകുന്നു. മുള്ളുകൾക്കിടയിൽ ലില്ലി എന്നതുപോലെയാണ് കന്യകുമാരുടെ ഇടയിൽ എൻ്റെ ഓമന.
കാട്ടുമരങ്ങൾക്കിടയിൽ ആപ്പിൾ വൃക്ഷം പോലെയാണ് യുവജനങ്ങളുടെ മധ്യേ എൻ്റെ പ്രിയൻ. അതിൻ്റെ നിഴലിൽ ആനന്ദപൂർവ്വം ഞാൻ വിശ്രമിക്കുന്നു. അതിൻ്റെ പഴം എനിക്ക് മാധുര്യപൂർണ്ണമത്രേ. വിരുന്നുശാലയിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു. സ്നേഹപതാക എൻ്റെ മേൽ പിടിക്കുന്നു. ഞാൻ സ്നേഹപരവശയാകിയാൽ മുന്തിരിയട തന്ന് എന്നെ ശക്തിപ്പെടുത്തുവിൻ. ആപ്പിൾ പഴങ്ങൾ തന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുവിൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന ഫെസ്റ്റിനെയും മനുവിനെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വർഷിക്കാൻ പോകുന്ന വിവാഹ ഉടമ്പടിയിൽ ഭരണവരെ ഉറച്ചു നിൽക്കുവാൻ, സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അതീതമായി എല്ലായ്പ്പോഴും സ്നേഹത്തോടെ ജീവിക്കുവാൻ, മാതൃകാപരവും സുഹൃതസമ്പന്നവുമായ ക്രിസ്തീയ ജീവിതം അന്ത്യവരെ നയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണത്തിൽ പങ്കെടുത്ത് ഒരു അത്ഭുതം തന്നെയും പ്രവർത്തിച്ചുകൊണ്ട് വധുവരന്മാരെ അനുഗ്രഹിച്ച കർത്താവെ, ഇവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാന്ത്യം വരെ ഒരുമേൽ വർത്തിക്കുവാൻ ഇവരെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ.
ചിരി തൂകി നിൽക്കവേ കൈക്കുറുന്നായി നിന്നെ ഇളവേറ്റിടാം. വെൺമതിയേ മുകിലഴകേ അരികിൽ ഞാനീണമാകാം. ഒരു തൂവൽ ചിറകായി അതിരോലം കാറ്റിലാടി. ഉയിരിന്റെ കൂട്ടിലെ നനവാർന്ന തന്ത്രിയിൽ മധുരാഗം നീ തൊട്ടുണർത്തിയോ. പിതാവായ ദൈവമേ, അനേക കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്ത് ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ചതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മേലിൽ ഞങ്ങൾ രണ്ടല്ല ഒന്നാകുന്നു എന്ന അവബോധം ഞങ്ങൾ വളർന്നു വരട്ടെ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും മറ്റെല്ലാ സാഹചര്യങ്ങളിലും വിശ്വസ്തരായി ഏകമനസ്സോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അത് അനുവദിച്ചിരിക്കുന്ന എല്ലാ സന്തോഷങ്ങളും ആനന്ദങ്ങളും കൃത്യം കൂടാതെ അനുഭവിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിൽ നിരന്തരം വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വാക്കുകളാലോ പ്രവൃത്തികളാലോ പെരുമാറ്റത്താലോ ഉപേക്ഷയാലോ ഞങ്ങൾ ഒരിക്കലെങ്കിലും പരസ്പരം വേദനിപ്പിക്കുവാനോ സങ്കടപ്പെടുത്തുവാനോ ഇടയാകാതിരിക്കട്ടെ. അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ സൗഭാഗ്യത്തിനും ഉതകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ഫലദായകമാക്കണമേ. ഞങ്ങളെ സത്യത്തിൽ ഒന്നാക്കുവാൻ വേണ്ടി യാതൊരു രഹസ്യവും മറച്ചു വയ്ക്കാതെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരോടും മിത്രങ്ങളോടുമുള്ള ബന്ധങ്ങളിൽ സ്നേഹത്തോടും ധാരണയോടും കൂടി വർദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് തിരുമനസ്സാകുന്ന സമയത്ത് നല്ല ഗുണങ്ങളെ മാതാപിതാക്കന്മാരായി ഭാവിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം തക്കോളം നിറച്ചു. ഇനി പകർന്നു കലവറക്കാരുടെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറി ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരി പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുള്ളൂ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനും പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിൽ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. മഞ്ഞു മൂടും മന്ദാരം, തെന്നൽ മൂളും കിന്നാരം, ചാഞ്ചാടും മൗനരാഗം, മെല്ലെ മെല്ലെ തൊട്ടുണർത്തും ആ സുഗന്ധം തെന്നലിൻ നിശ്വാസമാകും. ആർദ്രനിമിഷം മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ, കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ. മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ, കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ. ധീരനാ ധീരനാ
നേരം മലർപൂത്ത നേരം മധുവായി നിറഞ്ഞൊരു സ്നേഹ സംഗീതം മഴ പെയ്ത നേരം മലർപൂത്ത നേരം മധുവായി നിറഞ്ഞൊരു സ്നേഹ സംഗീതം ഈ നിലാവിൽ നിന്റെ ചന്തം നോക്കി നിന്നൊരു ചന്ദ്രനും കിനാവിൻ മഞ്ചലിൽ വെൺപ്രാവ് പോൽ കുറുകുന്നുവോ മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ വിവാഹവാഹനത്തിനായി ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കണം. ബഹുമാനപ്പെട്ട മുടാമച്ചൻ ഫെസ്റ്റിൻ്റെയും അനുഭവങ്ങളുടെയും കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികൾ വിവാഹവാഹനത്തിലൂടെ നിങ്ങൾ സമ്മതം പ്രകടിപ്പിക്കുകയാണ്. മനുഷ്യന്റെ തീരുമാനങ്ങൾ പ്രതിജ്ഞകൾ ദൈവത്തിന്റെ സന്തോഷമാണ്. ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഫെസ്റ്റിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ അനുമോൾ എനിക്ക് ഫെസ്റ്റിന്റെ ഫോട്ടോ മൊബൈലിൽ കാണിച്ചിരുന്നു പ്രാർത്ഥിക്കുന്നതാണ്. ഈ രണ്ടുപേരെയും കാണുമ്പോൾ ഈ മനസ്സിനെ ശുശ്രൂഷിക്ക് വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ടെൻഷനൊന്നുമില്ലാതെ ഏറ്റവും സന്തോഷിച്ചതായി നിങ്ങളുടെ ദേവാലയത്തിലെ കർമ്മങ്ങൾക്ക് നിങ്ങൾ ആ സമ്മതം പറയുമ്പോൾ എത്തിയിരിക്കുകയാണ്. അനുമോളുടെ ഇടവകയാണത് ഇടനാടുള്ളത്. അതുകൊണ്ട് അനുമോളെ കുറിച്ച് രണ്ട് വാക്കുകൂടി ഞാൻ പറയുകയാണ്. അനുമോളെ കുറിച്ച് രണ്ട് വാക്ക് പറയുമ്പോൾ വളരെ ചുരുക്കി പരിചയിക്കും. എന്നാൽ ഈ കുടുംബം ഇടവകയ്ക്കും ഈ പ്രദേശത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നോക്കിയപ്പോൾ അന്നനാട് ഇടവകയുടെ ഫെസ്റ്റ്, അതോടൊപ്പം തന്നെ അനുമോൾ ഇടനാട്, രണ്ട് നാടിനും യോജിക്കുകയാണ്. കുടുംബബന്ധത്തിൽ വേണ്ടി യോജിച്ച് ഐക്യത്തിലേക്ക് വരികയാണ് ഈ ഒരു മനസ്സിലുള്ള വിവാഹ ചടങ്ങുകളിലൂടെ. ഈ നാടിനെ കുറിച്ച് പറയുമ്പോൾ അമിച്ചൻ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്, ജനപ്രതിനിധിയാണ്. അത് എവിടെയും നിലനിൽക്കുന്ന സാന്നിധ്യമാണ്. തന്റെ പ്രവർത്തനം കൊണ്ട് ഇവിടെയുള്ള എല്ലാവരും ഭേദമില്ല എല്ലാവരിലേക്കും അദ്ദേഹം തന്റെ സമയവും കഴിവും ചെലവഴിച്ച് എല്ലാവരെയും സഹായിക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ വിനിശ്ചയിച്ചാണെങ്കിലും ഇവിടെ എല്ലാ കാര്യങ്ങളിലും സഹായിച്ച് സഹായിച്ചെത്തുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അനുഭവിച്ചിരിക്കാൻ, കാരണം ഞാൻ വന്നതിന് ശേഷം കോവിഡും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും പലരും പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. യൂണിറ്റിലൊക്കെ ഭാരവാഹിയായിരുന്നു. അതോടൊപ്പം തന്നെ ഡോക്ടറാണ് മകൻ അജിത്ത്. അനുമോൾ നേഴ്സാണ്. ദൈവാംഗങ്ങൾ ധാരാളമുണ്ട്. ആ ദൈവാംഗങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ കാരണം തുടർന്ന് നിന്നപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ ഉണ്ടാകുന്ന പെട്ടെന്ന് വരെ സമയത്ത് എത്തിച്ചേർന്നു. അച്ഛൻ വേറൊരു ഫംഗ്ഷൻ കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അപ്പോൾ ഈ സമയത്ത് കൃത്യമായിട്ട് ക്ലാസ്മേറ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞ അച്ഛൻ തന്നെ ലീഡ് ചെയ്ത് നടത്തുകയോ രണ്ട് വാക്ക് പറഞ്ഞു. അത് ഉചിതമായിരുന്നു എന്ന് തോന്നി. അങ്ങനെ അച്ഛൻ എത്തിച്ചേർന്നു. ഇതുപോലെ ഏറ്റവും മനോഹരമായ ഈ ദിനത്തിൽ അതും ഈ സമ്മതം പ്രകടിപ്പിക്കുമ്പോൾ ഒരു കുടുംബത്തെ സ്വപ്നം കാണുമ്പോൾ എനിക്ക് എല്ലാ ആശംസകളും തരികയാണ്. ഈ ഭൂമിയിൽ സുഖമായി കൊടുക്കുകയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും ഇപ്പോഴും എനിക്കും സ്വസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിളി സ്വീകരിച്ച് വിവാഹത്താൽ ബന്ധിതരായ ഐക്യത്തിൽ ജീവിക്കുവാനുള്ള തങ്ങളുടെ സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ വന്നിരിക്കുന്ന വിവാഹാർത്ഥികളെ ആശീർവദിക്കണമേ. മാതൃകാപരമായ കുടുംബ ജീവിതത്തിന് തങ്ങളെ തന്നെ വിളിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സങ്കീർത്തനഭാവങ്ങളോട് പ്രാർത്ഥിക്കാം. അവബോധമായ മാർഗ്ഗത്തിൽ ചരിക്കുന്നവരും കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരും പൂർണ്ണഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവരും ഭാഗ്യവാന്മാർ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനകളെ എന്റെ അവയവങ്ങൾ പ്രഘോഷിക്കും. സമ്പദ് സമൃദ്ധിയിൽ എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗ്ഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹബന്ധം ഉദാശ സ്വീകരിക്കാനും മുന്നേവരെ അങ്ങയുടെ കൃപകളോട് നിറയ്ക്കണമേ. വിവാഹ ജീവിതത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. സർവ്വാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമങ്ങളുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, സത്യമായിരിക്കുന്നവരും ശരീരങ്ങളെയും ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെയും രക്ഷിക്കുന്നവരും ജീവനെയും നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സർവ്വത്തിന്റെയും നാഥാ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ. സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവ്വേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാലന സർവ്വേശ്വര, പരിപാലന ബലവാനേ, പരിപാലന അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. വിശുദ്ധ
ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. ഈശോയെ വളരെ ആവശ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു മനസ്സിലാക്കിയിരിക്കുന്നത്. അനുഭവങ്ങളുടെ അപ്പച്ചൻ ഞാനും ക്ലാസ്മേറ്റ്സാണ്. ക്ലാസ്മേറ്റ്സ് ഉണ്ടായിരുന്നില്ല. അതിലു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മനസ്സിലാണ്. എന്നെ കഴിഞ്ഞ ദിവസം അത്ഭുതമാണ്. ഞാൻ പൊതു തോന്നുന്നില്ല. അതെനിക്ക് 10:30 അൽമാരി നമ്മുടെ വളർത്തിയ 5 സിസ്റ്റേഴ്സിൻ്റെ ജൂബിലിയാണ്. അതിൽ പ്രസംഗിക്കാനോട് പറഞ്ഞു. അതുകൂടാതെ രാവിലെ അൽമാരിയിൽ ഞാനൊരു വികാരിയുള്ള യൂണിറ്റ് പ്രസിഡന്റ് അവിടെ ഒപ്പിച്ച് പാടി. പക്ഷെ നമ്മളെ പഠിപ്പിച്ചപ്പോൾ അവിടെ 3 അച്ഛന്മാർക്ക് ബാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ലതായി 3 അച്ഛന്മാരൊക്കെ ബാധിക്കില്ല. ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു ഞാൻ പ്രസംഗം പറഞ്ഞിട്ട് ഓടിപ്പോകും. എൻ്റെ വീട്ടുകാരൻ്റെ മകളുടെ മനസ്സുള്ള സിസ്റ്റേഴ്സിനോട് സങ്കടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ആൻഡോ ഞാൻ വരുന്ന യാതൊരു ഉറപ്പില്ല, എനിക്ക് കരുതിൽ വരുന്ന ഉറപ്പില്ല. 2 കുട്ടികളുടെ സമയത്തെക്കുറിച്ച് യാതൊരു തെറ്റലില്ല. ഞാൻ ആൻഡോയോട് വാക്ക് പറഞ്ഞു, അച്ഛൻ മത്സരം പള്ളിയിൽ അംഗത്തിന് വന്നിരിക്കുന്നത് തല കാണിക്കണം. അങ്ങനെ തല കാണിക്കാൻ എത്തിയപ്പോഴാണ് വിൻഡോസിന്റെ ശബ്ദം മത്സരത്തിന്റെ പാർട്ടികൾ കയറി വരുന്ന കാര്യമൊക്കെ പറയാം. മത്സരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിൻഡോസിന് ഒരു സർപ്രൈസാണ്. കാരണം ഞാൻ സാധാരണ ഞങ്ങൾ അച്ഛന്മാരുടെ കർമ്മത്തിന് പോകുമ്പോൾ തലേ ദിവസത്തെ കുറിച്ച് പറയും. വരാൻ ഡിസിഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ജീവിതത്തിന്റെ ഹിതമാണ്. പ്രിയ അനുമോൾ, പ്രിയ ഫസ്റ്റ്, ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള നിമിഷമാണ് വിവാഹ ജീവിതം എന്നുള്ളത്. ആഗ്രഹം, അനുഭവം 3 പദങ്ങളാണ്. ആഗ്രഹം, ഒരു വിവാഹത്തിന് ഒരു മനുഷ്യന് ആഗ്രഹമുണ്ടായിരുന്നു. ക്രിസ്ത്യൻ പലതരത്തിലും പല പെൺകുട്ടികളെ നമ്മൾ പ്രാർത്ഥിച്ചതാണ്. നോർമലായിട്ട് അനുഭവം ആഗ്രഹിച്ചത് ആഗ്രഹമില്ലാത്ത ഞാനില്ല. ഞാനൊരു പരിപാടി നടത്തിയത് നോർമലാണ്. അപ്പോൾ ജർമ്മൻ പഠിക്കുന്ന സാഹചര്യം എനിക്കപ്പോഴും വളരെ പണക്കാരനായ ബിസിനസ്സുകാരനായിരുന്നു. അപ്പോൾ ആ ബിസിനസ്സുകാരൻ മാറ്റി അവൻ കല്യാണം വെച്ചിട്ടില്ല. ഭയങ്കര ബിസിനസ് ബില്യനായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു കല്യാണം കഴിക്കുന്നത് ജർമ്മൻ ഭാഷയിലൂടെ വൃദ്ധമാറ്റിക്കായിട്ട് പറഞ്ഞു വിവാഹത്തിലുള്ള സമയം വെച്ചു. ബിസിനസ്സാണ് വിവാഹം. ചില പക്ഷത്ത് ബിസിനസ് ഒക്കെ ആണെങ്കിൽ കുടുംബം എന്ന് പറയുന്നത് അതിന് കൊണ്ടുനടക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തീരുമാനിച്ച് കല്യാണം കഴിക്കുന്നത് ആദ്യത്തെ ആഗ്രഹം ഒരു ആഗ്രഹമാണ്, തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ്. ഞാൻ കല്യാണം കഴിക്കുന്നത് തീവ്രമായിട്ടുള്ള ആഗ്രഹം, 2 പേർക്കും തീവ്രമായിട്ടുള്ള ആഗ്രഹം. ആ ആഗ്രഹങ്ങൾക്ക് ക്രൈസ്തവ സഭയുടെ അനുഗ്രഹമായിട്ട് മാറുന്നത് വിവാഹം എന്ന ഉദാശയാണ്. അപ്പോൾ എന്താണ് മനസ്സിലിട്ട് കൊണ്ടുവരും? അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ. അപ്പോൾ ഇന്ന് മുതൽ ഫെസ്റ്റിൻ അനുഭവം മനസ്സിലാക്കാൻ തുടങ്ങും. അനുഭവം ഫെസ്റ്റിനെ മനസ്സിലാക്കാൻ തുടങ്ങും. ഈ മനസ്സിലാക്കൽ എന്ന് അവസാനിക്കുന്നത് മരിച്ചതിന്റെ അവസാനിക്കും. ആകപ്പാടെ ഉറപ്പ് പള്ളിയിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു വാക്കിന്റെ ഉറപ്പാണ്. പക്ഷെ വാക്ക് ഒരു ഉറപ്പാണ്. കാരണം word is life. എന്റെ വാക്ക് എന്റെ ശ്വാസമാണ്, എന്റെ ശ്വാസം എന്റെ ജീവനാണ്. അതുകൊണ്ടാണ് ദൈവം വചനം കൊണ്ട് എല്ലാത്തിനെ സൃഷ്ടിച്ചത്. അപ്പോൾ വാക്ക് വെറും വാക്കല്ല, അതിന്റെ ജീവനുള്ള വാക്കാണ്. അതുകൊണ്ടാണ് ഫെസ്റ്റിൻ അനിവിനെ ഇന്നു മുതൽ വിവാഹ ജീവിതത്തിൽ ആ വിവാഹ ദിവസങ്ങൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മനസ്സുകൊണ്ട് ആരംഭിക്കുന്ന ഈ വിവാഹ ജീവിതം, ഈ വിവാഹത്താൽ അത് ഒരു ഉദാശയാൽ പരസ്പരം നിർവഹിക്കപ്പെടും. ഭവനം, ഭവ്യത, ഭക്തി, എല്ലാം ഭാര്യയുടെ ബന്ധത്തിലാണ്. അപ്പോൾ
ഭദ്ര ദീപം കൊടുക്കുമ്പോൾ അത് ഒന്നിൽ കാറ്റ് കളിക്കും, അല്ലെങ്കിൽ കപ്പയാരി കളിക്കും. സാധാരണ നിലവൊക്കെ നമ്മൾ വിവാഹത്തിൽ കൊടുക്കുന്ന നിലവെടുക്കുന്ന കപ്പയാരി കുറച്ച് കഴിയുമ്പോൾ കളിക്കും, അല്ലെങ്കിൽ കാറ്റ് കൊണ്ട് കളിക്കും. പക്ഷെ അതൊരു പ്രതീകം മാത്രമാണ്. നിങ്ങളുടെ ആത്മാവ് കൊണ്ട്, നിങ്ങളുടെ ഹൃദയം കൊണ്ടാണ് നിങ്ങൾ തിരിച്ചറിക്കുന്നത്. ആ ഹൃദയം കൊണ്ട് ഫെസ്റ്റിനും മനവും പരസ്പരം കൊടുക്കുന്ന ആ സ്നേഹത്തിന്റെ അഗ്നി ഗൾബിലെത്തി. അത് ജീവന്റെ അവസാനത്തെ ശ്വാസം വരെ നിൽക്കാൻ ഇടയാകട്ടെ. അതിനുള്ള സ്വർഗീയ മണവാളനായ ക്രിസ്തു തന്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭ അവിടത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യും. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിന്റെ ഔദാര്യ സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്ത ബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്ക് ഇപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കണം. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അനുമോളിനെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അനുമോൾ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ഫെസ്റ്റിനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. നിങ്ങൾ ഈ വിവാഹവാഗ്ദാനത്തിന് സാക്ഷികളാണ്. നിങ്ങളുടെ ഈ വാഗ്ദാനം സഫലമാക്കാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്ന്. സമൂഹ പ്രാർത്ഥനയുടെ സമയമാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. സമൂഹ പ്രാർത്ഥന ചൊല്ലുമ്പോൾ മറുപടി പറയേണ്ടത് കർത്താവേ ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ എന്നാണ്. സ്നേഹവും നീയേകുന്ന ജീവനും പറയാൻ വയ്യത്രമേൽ സുന്ദരം. നീ തൂകുന്ന സ്നേഹവും നീയേകുന്ന ജീവനും
പറയാൻ വയ്യത്രമേ സുന്ദരം. മറുവാമെൻ യാത്രയിൽ വരമായി നിൻ രൂപവും സ്വരവും നീത്തുകുന്ന സ്നേഹവും നീയേകുന്ന ജീവനും പറയാൻ വയ്യത്രമേ സുന്ദരം. കരുണയൊഴുകിയ കൈകളാൽ അഭയമരുളിടും ആർദ്രമാം സ്നേഹം എൻ പുണ്യം. കരുണയൊഴുകിയ കൈകളാൽ അഭയമരുളിടും ആർദ്രമാം സ്നേഹം എൻ പുണ്യം. ഇരുളകലാതെ നിന്നൊരെന്നിൽ വഴിവിളക്കായി തെളിഞ്ഞു നീ. അഴലണിയും നിരാശയെല്ലാം മറുമലരാക്കി നീ. നീ എന്നാശ്രയം അലിവിന്നാലയം നാഥ. ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറയെ. പതിവായതിലെന്നും തേൻ തുള്ളികൾ തുളുമ്പുന്നു താഴെ നീർത്തുള്ളി പോ. നുകർന്നിടുവാനാ പറന്നെത്തി ഞാൻ. അലരേ നീ എന്നിലെ ഒളിയായി മാറിയിടുമോ പിരിയാതെ നിന്നുമേ ജീവനേ. ഇതളിൽ ഞാൻ ചേരവേ പ്രണയം നീയേകുമോ ഹൃദയം നീറുമ്പോഴും എന്നെന്നുമേ. ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറയെ.
ദൈവത്തിന്റെ മുമ്പിലേക്ക് സമ്മതമൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. കുറച്ച് ദിവസം ഇവിടെ വരികയാണ് അല്ലേ? അപ്പൊ ആ ഒരു മാരേജ് ഡേറ്റിന് വേണ്ടി രണ്ടുപേരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും സക്സസ് അല്ല ഹാപ്പിനെസ് വിഷയമാണ്. നമുക്ക് ഇരുന്നാലോ? ഇരിക്കാം. ഓക്കെ, രണ്ടുപേരും പേഴ്സണലി അറിയാമെങ്കിലും ആസ് എ ഫോർമാലിറ്റി അവരുടെ സ്പെഷ്യൽ ഡേയിലാണ് നിർദ്ദേശിക്കുന്നത്. സ്പെഷ്യൽ ഡേറ്റിൽ രണ്ടുപേരും ഒന്ന് നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ബ്രൈഡ് Anu Antony, daughter of Mr. B.J. Antony and Mrs. Mini Antony, belongs to Vanukosheri family and Anu works as a nurse in UK. And our handsome groom Festin Raphael, son of Mr. K.J. Raphael and Mrs. Krishna Raphael, belongs to Kodipanakan family and he is the only son and cousin is an engineer who works in Qatar. Okay. അപ്പോൾ രണ്ടുപേരും പ്രൊഫഷണലായി രണ്ടുപേരും ഫാമിലി ഡീറ്റെയിൽസ് നമുക്ക് പറയുന്ന കാര്യമാണ്. ഞാൻ പൊതുവെ എൻ്റെ കപ്പലിനോട് അവരുടെ സ്പെഷ്യൽ ഡീറ്റെയിൽസ് ചോദിക്കാറുള്ളത്. ഞാൻ അവരോട് ചോദിച്ചിട്ടാണ് എൻ്റെ ഹോബീസ് എന്തൊക്കെയാണ്. അപ്പോൾ പറഞ്ഞില്ല. അപ്പോൾ ഇന്നത്തേക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. സോ ഫെസ്റ്റിൻ അനുവിൻ്റെ ഹോബീസ് എന്താണ് ഫെസ്റ്റിനും അതുപോലെ തന്നെ തിരിച്ച് ഫെസ്റ്റിൻ്റെ ഹോബീസ് എന്താണ് അനുവാണ് പറയാൻ പോകുന്നത് അല്ലേ? ആ ഒരു പരസ്പരം എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നോക്കണ്ടേ? വേണ്ടേ? ഓക്കെ ആണെങ്കിൽ കഴിയോ? ഓക്കെ, അപ്പോൾ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറയണ്ടേ? അനു ആദ്യം പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുകയാണ്. സോ ലേഡീസ് ഫസ്റ്റ് അല്ലേ? എത്ര നാളായി പരിചയപ്പെട്ടിട്ട്? 2 months. കുഴപ്പമില്ല, ഇഷ്ടംപോലെ സമയമുണ്ട്. ഫോൺ വിളിച്ചൊക്കെ സംസാരിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് തരാടുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം ഫെസ്റ്റിനോട് ചോദിച്ചാലോ ഉണ്ട്. എന്ത് വേണം? ആരോട് ചോദിക്കണം? ആദ്യം ഫെസ്റ്റിനോട് ചോദിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതിന്റെ ഹോബീസ് എന്തൊക്കെയാണ്? അങ്ങനെ പ്രത്യേകിച്ച് ഹോബീസ് ഒന്നുമില്ലെങ്കിലും സിനിമ കാണാനും പാട്ട് കേൾക്കാനൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളത് എന്തായാലും ഫെസ്റ്റ് ഇതാണ് സ്പെഷ്യൽ ഡേയിൽ 2 വരി പാട്ട് അതിന് വേണ്ടി പാടി കൊടുക്കുന്നതായിരിക്കും അല്ലേ? വേണ്ടേ? പാടിക്കണ്ടേ? ഓക്കെ, ഇല്ലാന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, തിരിച്ച് എന്തൊക്കെയാണ് ഫെസ്റ്റിന്റെ ഹോബീസ് എന്തൊക്കെയാണ്? ഓക്കെ, 2 മാസം കൊണ്ട് അത്രയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരുപാട് ട്രാവൽ ചെയ്യാൻ, പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ രണ്ടുപേരും മാരേജിന് ശേഷം ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ചെയ്യണം. ഓക്കെ, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു യാത്രയ്ക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ എന്നാലും നിങ്ങളുടെ സ്പെഷ്യൽ ഡേ ഞങ്ങൾ വെറുതെ വിട്ടാൽ പറ്റില്ല, രണ്ടുപേരും കഴിഞ്ഞിട്ട് പോകും. ബ്രൈഡിന്റെ ഫാമിലി ഉള്ളവർക്കാരും ഡാൻസ് ചെയ്യാൻ അറിയാം. പക്ഷെ ഫെസ്റ്റിന്റെ സപ്പോർട്ടോട് കൂടി ഇന്ന് ഡാൻസ് ചെയ്യണം. സോ 2 പേര് ഒന്നിച്ച് ഫ്രണ്ടിലോട്ട് നിൽക്കാം. ഒരു സോങ് ഒക്കെ പ്ലേ ചെയ്യുന്നതായിരിക്കും. 2 പേര് ഒന്നിച്ച് അറിയാവുന്ന പോലെ എന്തെങ്കിലും സിമ്പിൾ സ്റ്റെപ്പ് ഒക്കെ കാണിച്ചു മതി. എല്ലാവരും കൈയ്യടി കൊടുക്കാട്ടോ. അപ്പൊ ഒരു പ്രപ്പോസലിന് അവസരം കിട്ടിയിട്ടായിരിക്കും ജെസിക്ക അവസരം നല്ലപോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ആ പൂവൊന്ന് കൊടുത്ത് പ്രപ്പോസ് ചെയ്താലോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. പറ്റുവാണെങ്കിൽ ഒന്ന് മുട്ടി ഓക്കെ കഴിയോ? ഓക്കെ, അപ്പൊ ആദ്യമായി തന്നെ നമ്മുടെ ബ്രൈഡ് അതിന്റെ ഫാമിലി മെമ്പേഴ്സ്, അതിന്റെ ഫാദർ മിസ്റ്റർ B.J. Antony. He is the ward member and development standing committee chairman of the Srimulla Nagaram Grama Panchayat and president of the Mirma Cooperative Society, Srimulla Nagaram, and mother Mrs. Mini Antony. She is a homemaker. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ 2 പേരും കൈ കോർത്ത് പിടിച്ചുകൊണ്ട് സ്റ്റേജിലോട്ട് വരുന്നതാണ്. എല്ലാവരും പ്ലീസ് നല്ലൊരു കൈ നൽകാം. ഓക്കെ, അതുപോലെ തന്നെ ബ്രദറിനെ സിൽവർ
ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൂടെ ഇപ്പം അജിതിനും കൂടി ഏകദേശം മെട്രോയുടെ സ്റ്റേജോട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിയുന്നുണ്ടോ? അടുത്തതായി അമ്മനെ കൂടി സ്റ്റേജിലോട് സ്വാഗതം ചെയ്യുകയാണ്. ഫെസ്റ്റിന്റെ ഫാമിലി മെമ്പേഴ്സിനെ വീട്ടിലോട് സ്വാഗതം ചെയ്യുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഫെസ്റ്റിന് ഒരു മകനാണ്. അപ്പോൾ പാരൻസിനെ ഏറ്റവും സ്നേഹത്തോടെ വീട്ടിലോട് സ്വാഗതം ചെയ്യുകയാണ്. ഫാദർ മിസ്റ്റർ KJ റാഫേൽ ആൻഡ് മദർ മിസസ് പുഷ്പം റാഫേൽ. അപ്പോൾ ഇതുപോലെ തന്നെ അങ്കിളാക്കി പ്ലീസ് കൈ പുറത്ത് പിടിച്ചുകൊണ്ട് സ്റ്റേജിൽ വരേണ്ടതാണ്. അവർക്ക് പ്ലീസ് നല്ലൊരു കൈ നൽകാം. ഓക്കെ, കംപ്ലീറ്റ് ഫാമിലി സ്റ്റേജിൽ കാണാൻ സാധിക്കും. ഒരു തന്നെ ഒന്നിച്ചൊരു ഫാമിലി തന്നെയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേടുകയാണ്. സോ നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ ഒരു ക്യാൻഡിൽ കത്തിച്ചുകൊണ്ട് ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാം.
ഭാഗ്യവതിയായ മർഗരീത്ത മറിയത്തോട് വെളിപ്പെടുത്തിയ ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ, ഞങ്ങളുടെ കുടുംബത്തിന്മേലുള്ള അങ്ങയുടെ പരമാധികാരം ഇന്ന് ഇവിടെ പ്രഖ്യാപനം ചെയ്യുന്നതിനായി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ ഏതെല്ലാം സുഹൃത്തുക്കൾ അഭ്യസിച്ചാൽ സമാധാനം തരുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവോ, ആ സുഹൃത്തുക്കൾ ഈ കുടുംബത്തിൽ സമർത്ഥമായി വളരുന്നതിന് ഞങ്ങളെ ഏൽപ്പിക്കുന്നതാണ്. അങ്ങ് ശപിച്ചിരിക്കുന്ന ലോകാരൂപിയെ ഞങ്ങളിൽ നിന്ന് വിദൂരത്തിൽ അകറ്റുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആത്മാർത്ഥത വഴി അങ്ങ് ഞങ്ങളുടെ ബോധത്തിലും അങ്ങയോടുള്ള ഉജ്ജ്വലമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലും ആഴണമേ. ഈ സ്നേഹാഗ്നി കൂടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്താൽ അധികം ഉജ്ജ്വലിക്കുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കും. ഓ ദിവ്യ ഹൃദയമേ, ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷപീഠം അലങ്കരിക്കുവാൻ അങ്ങ് മനസ്സാകണമേ. ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായ സംരംഭങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഉത്കണ്ഠകളെയും ആകുല ചിന്തകളെയും ഞങ്ങളിൽ നിന്നും അകറ്റണമേ. ഞങ്ങളുടെ സന്തോഷങ്ങളെ അങ്ങ് സംശുദ്ധമാക്കണമേ. ഞങ്ങളുടെ ക്ലേശങ്ങളെ ലഘൂകരിക്കണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയുടെ അനിഷ്ടത്തിൽ വീഴാനിടയായാൽ ഓ ദിവ്യ ഹൃദയമേ, അങ്ങ് മനസ്തപിക്കുന്ന പാപിയോട് എപ്പോഴും നന്മയും കരുണയും കാണിക്കുന്നവനാണെന്ന് അയാളെ ഓർമ്മിപ്പിക്കണമേ. ജീവിതാന്ത്യത്തിൽ അന്ത്യവേർപാടിന്റെ മണിനാഥം മുഴങ്ങുകയും മരണം ഞങ്ങളെ സന്താപത്തിൽ ആഴ്ത്തുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ അലംഘനീയമായ ഈ കൽപ്പന സമയത്തെ അനുസരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. മരിച്ചവരും ജീവിക്കുന്നവരുമായ ഈ കുടുംബാംഗങ്ങളെല്ലാവരും മോക്ഷത്തിൽ ഒന്നു ചേർന്ന് അങ്ങയുടെ മഹത്വത്തെയും കാരുണ്യത്തെയും പാടിസ്തുതിക്കുന്ന ഒരു ദിവസം ആഗതമാകുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. മറിയത്തിന്റെ വിമല ഹൃദയവും മഹത്വമേറിയ പിതാവായ വിശുദ്ധ യോസേഫും ഈ പ്രതിഷ്ഠയെ അങ്ങേക്ക് കാഴ്ചവെക്കുകയും ഇതിന്റെ ഓർമ്മ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളിലും ഞങ്ങളുടെ ബോധത്തിൽ ആവിർഭവിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ രാജാവും പിതാവുമായ ഈശോയുടെ ദിവ്യ ഹൃദയത്തിന് എല്ലാ മഹത്വവും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. മറിയത്തിന്റെ വിമല ഹൃദയമേ, വിശുദ്ധ യോസേഫ് പിതാവേ, വിശുദ്ധ മർഗരീത്ത മറിയമേ, പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടിപ്പോകുന്നെന്തേ, ഉള്ളം താനെ പാടുന്നെന്തേ, മെല്ലെ മെല്ലെ മൂളുന്നെന്തേ, മൃദുലമാധരവും മധുകണം കരുതിയോ, ചിറകിലായുയരുവൻ പ്രണയമാം സലഭവും, മണിമുകിലു വരയണമാരിതിൽ നിറം പകരും നിലവുകളിൽ, മഴവിരലു തഴുകിയ വീണയിൽ ഉണരുമീണം നീ, മുല്ലേ മുല്ലേ ഉള്ളിനുള്ളിൽ എല്ലാമെല്ലാം നീയേ നീയേ, ദൂരെ ദൂരെ നീലാകാശം മണ്ണിൽ ചായും തീരം നീയേ. മറഞ്ഞു നിന്നെ നിഴലിനതിരിലായി മൊഴിയാലെ നിന്നെ അറിയവേ, പറഞ്ഞതെല്ലാം നിലവിൻ ലിപികളാൽ ഉയിരിന്റെ താളിൽ എഴുതി ഞാൻ. മിന്നാമിന്ന